ഹായ് ഫ്രണ്ട്സ്, ഓട്ടിസം അവസ്ഥയിലുള്ള പല കുട്ടികളും പലതരത്തിലുള്ള സെൽഫ് ഹേർട്ടിംഗ് ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. അവർക്ക് അങ്ങേയറ്റം ദേഷ്യം, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ തന്നെ അവരുടെ കൈ കടിക്കുക അല്ലെങ്കിൽ തല ഭിത്തിയിലേക്ക് ഇടിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളൊക്കെയാണ് അവർ കാണിക്കാറുള്ളത്. അപ്പോൾ പൊതുവേ ആളുകൾ പറയാറുണ്ട്, ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേദന അറിയാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ സ്വയം മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സൊക്കെ കാണിക്കാറുള്ളത് എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടികൾക്കും വേദനയൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അവരപ്പോൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ വേദനയെക്കാളും എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ സ്വയം മുറിവേൽപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ശരിയായ രീതിയല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളവർക്ക് ഈ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കാലത്ത് അഭിനന്ദിൻ്റെ കയ്യിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് കൈയടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പാടൊക്കെ മാഞ്ഞു പോയി. ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ അവനങ്ങനെ ഒരു സ്വഭാവം കാണിക്കാറുള്ളൂ. അങ്ങേയറ്റം ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും പണ്ടാണെങ്കിലും ഞങ്ങൾ അത് സോഷ്യൽ സ്റ്റോറികൾ വഴി അത് തെറ്റായ രീതിയാണെന്ന് അവന് പറഞ്ഞു കൊടുത്തു. അതിനോടൊപ്പം അവന് ഇഷ്ടപ്പെട്ട ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ഒരു സ്ട്രെസ് ബോൾ കയ്യിൽ കൊടുത്തിട്ട് അത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ വോളിൽ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ കൈ തന്നെ സ്വയം പ്രസ് ചെയ്യുക. ആ ഒരു രീതിയിൽ, നമ്മൾ പറയുന്ന രീതിയിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ അവൻ കൺട്രോൾ ചെയ്യുമ്പം അവന് ഇഷ്ടപ്പെട്ട റീഇൻഫോഴ്സ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ഈ സ്വഭാവം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു ഓൾ.